കോഴിക്കോട് കോർപ്പറേഷനിലെ CPM സ്ഥാനാർത്ഥി പ്രഖ്യാപനം 12-ന് നടക്കും. മേയർ സ്ഥാനാർത്ഥിയായി മുസാഫർ അഹമ്മദ് തന്നെ വരും. നിലവിലെ ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ ഡോക്ടർ എസ് ജയശ്രീ ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയാകും. CPIM 61 സീറ്റുകളിൽ മത്സരിക്കുമ്പോൾ RJD, INL എന്നിവയ്ക്ക് നൽകുന്ന സീറ്റുകൾ സംബന്ധിച്ച് അന്തിമ തീരുമാനമായിട്ടില്ല. ഇരു പാർട്ടി നേതൃത്വങ്ങളുമായി CPIM ഇന്ന് ചർച്ച നടത്തും. കോഴിക്കോട് കോർപ്പറേഷനിലെ CPIMന്റെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപനം 12-നാണ് നടക്കുക. നേരത്തെ മുസാഫിർ അഹമ്മദ് മേയർ സ്ഥാനാർത്ഥിയായി ഉണ്ടാകുമെന്ന് കേരള വിഷൻ ന്യൂസ് ആദ്യമായി നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. ഒപ്പം മുസാഫിർ അഹമ്മദുമായിട്ടുള്ള അഭിമുഖത്തിൽ അദ്ദേഹം അത് സ്ഥിരീകരിച്ചില്ലെങ്കിൽ കൂടി അതിന് സ്ഥിരീകരണം ലഭിക്കുന്ന തരത്തിലുള്ള വിവരങ്ങളാണ് CPIM വൃത്തങ്ങളിൽ നിന്നും ഇപ്പോൾ പുറത്തുവരുന്നത്. CPIM ഏരിയ കമ്മിറ്റികൾ നൽകിയ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് CPIM ജില്ലാ കമ്മിറ്റി അന്തിമ അനുമതി നൽകിയിട്ടുണ്ട്. ഇനി അത് വാർഡ് തലത്തിൽ പാർട്ടി കേന്ദ്രങ്ങളിൽ അവതരിപ്പിച്ച് അതിന് പിന്നീട് ഒരു അനുമതി വാങ്ങിയെടുത്തതിന് ശേഷമായിരിക്കും ഇതിന്റെ പ്രഖ്യാപനം 12-ന് ഉണ്ടാകുക. ആകെ 76 ഡിവിഷനുകളാണ് ഇത്തവണ കോഴിക്കോട് കോർപ്പറേഷനിൽ ഉള്ളത്. അതിൽ 61 ഇടങ്ങളിലാണ് CPIM മത്സരിക്കുന്നത്. അതിൽ തന്നെ CPIM മത്സരിക്കുന്നതിൽ തന്നെ നിലവിലെ കോഴിക്കോട് കോർപ്പറേഷന്റെ ആരോഗ്യ വിഭാഗം സ്ഥിരം സമിതി അധ്യക്ഷയായിട്ടുള്ള ഡോക്ടർ എസ് ജയശ്രീ ആയിരിക്കും ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയായി മത്സരരംഗത്തുണ്ടാവുക. മുൻ MLAയും നിലവിൽ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുമായിട്ടുള്ള പ്രദീപ് കുമാറിന്റെ മകൾ അമിത പ്രദീപ് എടക്കാട് ഡിവിഷനിൽ നിന്ന് മത്സരിക്കുമെന്ന് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. മറ്റൊന്ന് മുൻ മേയർ TP ദാസന്റെ മകളാണ്. മുൻ മേയർ TP ദാസന്റെ മകൾ തിരുത്തിയാട് വാർഡിൽ നിന്ന് മത്സരരംഗത്തുണ്ടാകും. മിലി എന്നാണ് പേര്. മിലി തിരുത്തിയാട് വാർഡിൽ നിന്നാണ് CPIM സ്ഥാനാർത്ഥി മത്സരരംഗത്ത് ഉണ്ടാവുക. കോഴിക്കോട് കോർപ്പറേഷൻ മേയറായിട്ടുള്ള ബീന ഫിലിപ്പ് ഇത്തവണ മത്സരരംഗത്തുണ്ടാവില്ല എന്ന പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അവർ പ്രതിനിധാനം ചെയ്യുന്ന പൊറ്റമ്മൽ വാർഡിൽ സ്ഥാനാർത്ഥിയെ ഇതുവരെയായി നിർണയിച്ചിട്ടില്ല എന്നുള്ളതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മറ്റൊന്ന് വേങ്ങേരി വാർഡിൽ നിന്ന് മത്സരിക്കുന്ന കൗൺസിലർ സദാശിവന് അദ്ദേഹത്തിന് 3-ാം തവണയും മത്സരിക്കുന്നതിൽ CPIM ജില്ലാ നേതൃത്വം ഇളവ് നൽകിയിട്ടുണ്ട്. അത് പ്രത്യേക സാഹചര്യം കണക്കിലെടുത്താണ് അദ്ദേഹത്തിന് ഇളവ് നൽകിയിട്ടുള്ളത്. നിലവിലെ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായിട്ടുള്ള P ദിവാകരൻ, ഒപ്പം തന്നെ C രേഖ തുടങ്ങിയവരും, ജംഷീർ, ഒപ്പം തന്നെ വരുൺ ഭാസ്കർ പോലുള്ള കൗൺസിലർമാരുമൊന്നും ഇത്തവണ മത്സരരംഗത്തേക്ക് ഉണ്ടാകില്ല. മറ്റൊന്ന് എടുത്തു പറയേണ്ടത് LDFൽ RJDയുമായും INLുമായിട്ടുമുള്ള സീറ്റ് ധാരണ പൂർത്തിയായിട്ടില്ല എന്നുള്ളതാണ്. INLുമായുള്ള സീറ്റ് ധാരണ പൂർത്തിയാകാത്തതിന്റെ പ്രധാന കാരണം INL 2ആയി വിഭജിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒന്ന് INLായി നിലനിൽക്കുമ്പോൾ തന്നെ മറ്റൊന്ന് നാഷണൽ ലീഗായി 2 കക്ഷികളും ഇപ്പോഴും LDFൽ തുടരുകയാണ്. ഈ 2 കക്ഷികളും കോഴിക്കോട് കോർപ്പറേഷനിലെ അവരുടെ സ്വാധീന മേഖലകളിൽ സീറ്റുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അത് വലിയൊരു കിറാമുട്ടിയായി തന്നെ ആ പ്രശ്നം നിലനിൽക്കുകയാണ്. ഇരുവിഭാഗവുമായി ഇന്ന് CPIM നേതൃത്വം ചർച്ച നടത്തുന്നുണ്ട്. കൂടാതെ RJD നേതൃത്വവുമായുള്ള അന്തിമ ചർച്ചയും ഇന്ന് നടക്കും. അതിനുശേഷം മാത്രമായിരിക്കും RJDയുടെയും INLയുടെയും സീറ്റുകളിൽ തീരുമാനമുണ്ടാകുക. എന്തായാലും ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയായി ഡോക്ടർ എസ് ജയശ്രീ തന്നെ ഉണ്ടാകുമെന്നുള്ള ഒരു വിവരമാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്നത്. CPIMന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം 12-നാണ് ഉണ്ടാവുക. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പ്രദീപ് കുമാറിന്റെയും ഒപ്പം തന്നെ TP ദാസന്റെയും മക്കളും മത്സരരംഗത്തുണ്ടാകുന്നു എന്നുള്ളതാണ്. മറ്റിടങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ ഒക്കെ അന്തിമമായിട്ടുള്ള കാര്യങ്ങൾക്ക് CPIM ജില്ലാ നേതൃത്വം അന്തിമാനുമതി നൽകിയെങ്കിലും അത് വാർഡ് തലത്തിൽ CPIMന്റെ സംഘടനാ സംവിധാനത്തിന്റെ ഒരു നടപടിക്രമം എന്ന രീതിയിൽ വാർഡ് തലത്തിൽ കൂടി അവതരിപ്പിച്ച് അനുമതി വാങ്ങിയതിനു ശേഷമായിരിക്കും ഇനി അതിന്റെ അന്തിമ പ്രഖ്യാപനം 12-ന് നടക്കുക.